എന്താണെന്ന് നോക്കിയാൽ ഇപ്പോൾ ശിഷ്യപൂജയുടെ കാര്യം മാത്രമല്ല, ഞാൻ പറഞ്ഞു ഈ ഗുരുമാർഗം എന്താണ്. ഇപ്പോൾ ഈ ശരിയും തെറ്റും ധർമ്മവും മനസ്സിൻ്റെ തലത്തിലുള്ള ശരിയും തെറ്റും ധർമ്മവും വെച്ചിട്ടാണല്ലോ ഈ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പം ശിഷ്യപൂജിതയെ മാറ്റി നിർത്തുന്ന കാര്യം പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗുരുമാർഗത്തിൽ ഒരു ആശ്രമ സ്വഭാവത്തിൽ എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളൊരു വിഷയം പറയാൻ വേണ്ടിയാണ്. ആദരണീയ ശിഷ്യപൂജിത ഗുരുവിനെ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ സൂക്ഷ്മത്തിൽ ഗുരുവിനെ കണ്ട് നമസ്കരിക്കുന്ന ഒരു ആ രീതിയിലാണ് ആ കുഞ്ഞ് പരിണമിച്ചു വന്നത്. അങ്ങനെ ഗുരുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഗുരുവിനോടൊപ്പം 9 വയസ്സുള്ളപ്പോൾ ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ ആശ്രമത്തിൽ വന്നു. അങ്ങനെ ആശ്രമത്തിൽ വരുമ്പോൾ ഒരു ആശ്രമ സ്വഭാവത്തിൽ ഒരു ഗുരുവിനോടൊപ്പം ജീവിക്കുന്ന എങ്ങനെയാണെന്ന് ഈ കുഞ്ഞിന് അറിഞ്ഞൂടാ. അപ്പം ഈ ആശ്രമ സ്വഭാവത്തിൽ ഒരു ഗുരുവിനോടൊപ്പം ജീവിക്കുന്ന ആ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിഞ്ഞൂടാ. ഇപ്പോൾ പണ്ട് കാലത്തൊന്നും ഈ ഗുരുമാർഗങ്ങൾ പൊതുജനങ്ങൾക്ക് അവൈലബിൾ അല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ഗുരുവിനെ തേടി ഒരു ശിഷ്യൻ അലയണം. അങ്ങനെ ശിഷ്യൻ അലഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിയാൽ പോലും ആ ഗുരു സ്വീകരിക്കില്ല. ഗുരു ചിലപ്പോൾ അവിടെ ഗേറ്റിൽ നിർത്തിയേക്കും, മഴയും കൊണ്ട് വിശന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ട് പല പരീക്ഷണങ്ങളിലും കടത്തി അവൻ ഇത് ഏറ്റെടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഗുരു അവനെ ശിഷ്യനായിട്ട് സ്വീകരിക്കൂ. കാര്യം ഈ സകല കർമ്മഗതിയും ആ ശിഷ്യൻ്റെ സകല കർമ്മഗതിയും ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ ഒരു കർമ്മദോഷങ്ങളിൽ നിന്നെല്ലാം അവനെ മോചിപ്പിച്ച് ആ സത്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ, അതിൽ സഞ്ചരിക്കാൻ ഇവന് പ്രാപ്തി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് മാത്രമാണ് പണ്ടത്തെ കാലത്ത് ഗുരുക്കന്മാർ ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഗുരു ഇത് എല്ലാവർക്കുമായിട്ട് പബ്ലിക്കായിട്ട് പൊതുവായിട്ട് തുറന്നു തന്നപ്പോൾ നമ്മൾ ഈ ഗുരുമാർഗത്തിൻ്റെ ഒരു സഹിഷ്ണുതയിൽ അല്ലെങ്കിൽ ഗുരുമാർഗത്തിൽ ഇത് പരിണമിച്ച് വരുന്ന ആ മിസ്റ്റിക്കലായിട്ടുള്ള ആ ശ്രമം ഒരു സ്കൂളാണ്, ഒരു മിസ്റ്റിക്കൽ സ്കൂളാണ്. അപ്പം ഈ മിസ്റ്റിക്കൽ സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനം ഈ ശരി തെറ്റ്, നന്മ തിന്മ, മാനം അപമാനം എന്നിങ്ങനെയുള്ള ഒരു രീതിയിലല്ല. അതിൻ്റേതായ ഒരു പരിണാമമുണ്ട്. അപ്പോൾ ശിഷ്യപൂജിത ആദ്യമായിട്ട് ആശ്രമത്തിൽ വന്നപ്പോൾ ഈ കുഞ്ഞ് എവിടെ പോയി കുളിക്കണം അല്ലെങ്കിൽ എവിടെ പോയി പല്ല് കഴിക്കണം ഒന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഗുരു ഒരൊറ്റ അടി വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി പലരും പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഗുരു ശിഷ്യന്മാരെ ഇങ്ങനെ പരിണമിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഗുരു ഒരു വഴക്ക് ചുമ്മാ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് വഴക്ക് പറയും, ചിലപ്പോൾ അടി വരെ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം സഹിച്ച് ശിഷ്യന്മാരിങ്ങനെ ഗുരുവിനോടൊപ്പം പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നൊന്നും പുതിയ ആൾക്കാർക്ക് അതൊന്നും അറിഞ്ഞൂടാ. അന്നത്തെ കാലത്ത് ഗുരു ചില വിഷയങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് പെരുപ്പിച്ച് വലിയൊരു വിഷയമായ ആശ്രമം മൊത്തം ഇളകുന്ന രീതിയിൽ വളരെ വലിയ ചർച്ചകൾ നടത്തുക, വലിയ സമ്മേളനങ്ങൾ, അങ്ങനെ പല രീതിയിൽ സംസാരിപ്പിക്കുക, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ചിലപ്പോൾ ശിഷ്യപൂജയെക്കുറിച്ച് ആരെങ്കിലും ഒരു കുറ്റം വന്ന് പറഞ്ഞാൽ ഗുരുവിന് അത് ആരുടെ കുറ്റമാണെന്ന് എല്ലാം അറിയാമെങ്കിൽ പോലും ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അങ്ങ് സംസാരിക്കുക, വഴക്ക് പറയുക. അങ്ങനെ ഗുരുവിൻ്റെ രീതി സെൻ